ഇൻസൾട്ട് ഞങ്ങള് കിട്ടിയിട്ടുണ്ട് വന്നപ്പോ അതിന്റെ വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യും. പോലീസുകാരിന്ന്, ആർമിക്കാരിന്നല്ല, പോലീസുകാരിന്ന് പുളിസിയും കണ്ടിരിക്കല്ലേ അതെ. എത്ര ദിവസത്തിന് ശേഷം അമ്മ ഈ ഹൈവേയിലേക്ക് അത് ഇത്ര നല്ല റൂട്ടില്. അതെ അതെ 44ക്ക് ഇപ്പോഴാണ് എത്ര അത്രയും പറഞ്ഞു കഴിഞ്ഞാല് ഹൈ ടെറൈനിൽ അത്രയും ഹൈ ടെറൈൻ ഓഫ് റോഡ് വിത്ത് അൾട്ടിറ്റ്യൂഡ് പ്രശ്നം. അതായത് ഇടക്കിടക്ക് ചെവി ഇതൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ പോകും. മാക്സിമം നമ്മൾ പോയേക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 20-30 ആ റൂട്ടിൽ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ് കൂടുതൽ സ്പീഡ് നമുക്ക് എന്തായാലും ലോകത്തിലെ, ഇന്ത്യയിലല്ല ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ്. ഒരു മലയാളീസിനെയും കാണാനില്ല, ഒരു റൈഡേഴ്സിനെയും ആരും കാണില്ല. ഞങ്ങൾ ഏകദേശം 4-5 മണിക്കൂർ ഓഫ് റോഡ് അടിച്ചപ്പം വേറെ ആരും കണ്ടില്ല. അങ്ങനെ വന്ന റോഡ് നമ്മ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇതിന്റെ പുറകെ ഇടുന്നുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തോട്ടോ. അങ്ങനെ ഞങ്ങള് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇവിടെ എത്തിച്ചു ഗൈസ്. അത് ഈ വണ്ടി നമ്മുടെ വണ്ടി നോക്കിയേ, വണ്ടി കാണിച്ചു കൊടുത്തേ. എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് നല്ല ഇൻസൾട്ട് ഞങ്ങള് കിട്ടിയിട്ടുണ്ട് വന്നപ്പോ. അതിന്റെ വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യും. പോലീസുകാരിന്ന്, ആർമിക്കാരിന്നല്ല, പോലീസുകാരിന്ന് അത്രയും പെട്ടിട്ട് അത്രയും കഷ്ടപ്പെട്ട് അത്രയും അടിപൊളി സീനറീസും കണ്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ എത്തി. അതെ, അത് നമ്മുടെ ചെറുക്കന്റെ കൂടെ. നമ്മുടെ ചെറുക്കൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു അപ്ഡേഷൻ. വലിയ വലിയ വണ്ടികളടക്കം എന്തുണ്ട് പണി വന്നിട്ട് പെട്രോൾ ആണെങ്കിലും വണ്ടി ടയറാണ് കുറെ പണിയായിട്ട് ഞങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. കുറെ ബൈക്കേഴ്സ് നമ്മള് വരുന്ന ബൈക്ക് അത് ഇവിടെ എത്തിയിട്ട്. പക്ഷെ അഡ്വഞ്ചർ ബൈക്കാട്ടോ. അതെ അതെ അതെ, നോർമൽ ബൈക്കല്ല. പക്ഷെ ഇതുവരെ നമുക്ക് ഒരു പണി ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ വണ്ടിയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അറ്റ്ലീസ്റ്റ് ഒരു ഫോഗ് ലൈറ്റ് പോലും ഇല്ല വണ്ടിയിൽ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പഴയ ലൈറ്റ്, കമ്പനി ലൈറ്റ്, കമ്പനി ടയർ.